പൂനെ പോർഷെ കാർ അപകടത്തിൽ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 മുതിർന്ന ഡോക്ടർമാർ അറസ്റ്റിൽ. രക്തസാമ്പിളുകളിൽ കൃത്രിമം കാണിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനുമാണ് ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം മേധാവി അടക്കം 2 ഡോക്ടർമാർ അറസ്റ്റിലായത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രേംലാൽ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്നും. പ്രേംലാൽ, നിലവിൽ ഈ കേസിന്റെ മാനം വലിയ രീതിയിൽ മാറുകയാണ്. നിലവിൽ വലിയ തരത്തിൽ ഇടപെടൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി. കൃത്രിമത്വം കാണിക്കാൻ ഡോക്ടർമാർ ശ്രമിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ വ്യാപ്തി കൂടുകയാണ്. മറ്റാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്? തീർച്ചയായും സിജു, പൂനെ പോർഷെ കാർ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിലാണ് 2 ഡോക്ടർമാർ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. സംഭവത്തിന് ശേഷമുണ്ടായ വലിയ ജനരോഷവും പ്രതിഷേധത്തിനൊടുവിലാണ് നടപടികൾ. മെയ് 19 മദ്യപിച്ച് കാർ ഓടിക്കുന്നതിനിടെ 2 യുവ എഞ്ചിനീയർമാരെ ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തിയ പ്രതിയായ കൗമാരക്കാരന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് രക്ഷിക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് ഇതോടെ മറനീക്കി പുറത്തുവരുന്നത്. പ്രതിയുടെ രക്തസാമ്പിൾ മാറ്റിയതിനാണ് സർക്കാർ ജനറൽ ആശുപത്രിയിലെ 2 മുതിർന്ന ഡോക്ടർമാരെ പൂനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിലായവരിൽ ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം മേധാവിയും ഉൾപ്പെടുന്നു. ഡോക്ടർ അജയ് തവാരെ, ഡോക്ടർ ശ്രീഹരി ഹർണോഡ് എന്നിവരാണ് അറസ്റ്റിലായത്. രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന വസ്തുത പൂനെ പോലീസ് കമ്മീഷണർ അമിതേഷ് കുമാർ ശരി, പ്രേംലാലാണ് വിവരങ്ങൾ നൽകിയത്. പൂനെ പോർഷെ കാർ അപകടത്തിൽ കൗമാരക്കാരൻ ഓടിച്ച കാർ അപകടത്തിൽപ്പെട്ട് 2 എഞ്ചിനീയർമാർ മരിച്ച സംഭവത്തിൽ 2 ഡോക്ടർമാർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. സാമ്പിളുകളിൽ കൃത്രിമത്വം കാണിച്ചതിന്റെ പേരിലാണ് ഫോറൻസിക് മേധാവി അടക്കമുള്ള 2 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വിവരങ്ങളാണ് മുംബൈയിൽ നിന്നും പ്രേംലാൽ നൽകിയത്.